നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രാത്രിയിൽ ചില ഭക്ഷണങ്ങൾ കുതിർത്ത് വെച്ച് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് എല്ലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കാൽസ്യം കുറവുള്ള ആൾക്കാർക്ക് ഇത് ഏറെ ഗുണകരമാകുന്നതാണ്. ഒപ്പം തന്നെ വേദനകളുള്ളവർക്കും ഇത് മാറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉദര സംബന്ധമായിട്ടുള്ള മലബന്ധം, അതുപോലെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ, കീഴ്വായു ശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത്, അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഓർമ്മശക്തി ഇംപ്രൂവ് ചെയ്യാൻ സഹായകരമാകുന്ന ഭക്ഷണം ഏതാണെന്നുള്ളതും എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് എല്ലാ പ്രായത്തിലും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാൽസ്യം കുറവായിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. ഇപ്പൊ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഒപ്പം തന്നെ വിറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ട് ഭക്ഷണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കാം. ഇതിൽ വരുന്ന ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എള്ളാണ്. എള്ളില് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള എല്ലുകൾക്ക് ബലം നൽകാൻ സഹായകരമാകുന്ന എല്ലാ മിനറൽസുകളും സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് അയൺ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ HB ലെവൽ കുറവായിട്ടുള്ളവർക്ക് ഇത് നികത്താൻ വേണ്ടും ഏറെ ഗുണകരമാണ്. ഇത് മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഇപ്പൊ എല്ലാ പ്രായത്തിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ മതി, കിടന്നാൽ മതി എന്നൊരു തോന്നലുകൾ അമിതമായിട്ട് വരുന്നൊരു പ്രശ്നങ്ങൾ. ഇത് മാറ്റി നമ്മുടെ മൂഡിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ഹാപ്പി മൂഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു സ്പൂൺ അളവായിട്ടുള്ള, ഒരു ടീസ്പൂൺ അളവാണ് പറയുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സിന് താഴെയായിട്ടുള്ള കുട്ടികളാണെങ്കിൽ 10 തൊട്ട് 18 വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികൾ മാത്രമാണ് കഴിക്കേണ്ടത്. അവർ കഴിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള എള്ളാണ് എടുക്കേണ്ടത്. ഇതിനകത്തേക്ക് സെയിം എമൗണ്ട് ആയിട്ടുള്ള 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. മുതിർന്നവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ അളവായിട്ടുള്ള എള്ളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവായിട്ടുള്ള ശർക്കര ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. ഇത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത്. ഇനി കാൽസ്യം ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടും എല്ലുകൾക്ക് ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും എല്ല് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സീഡ് എന്ന് പറയുന്നത് ആശാലിയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നമ്മൾ പല ആയുർവേദ ഇൻഗ്രീഡിയൻസുകളിലും ചേർക്കാറുണ്ട്. കഞ്ഞിക്കൂട്ടുകളിൽ നമ്മൾ പ്രധാന ഘടകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കാൽസ്യം, അയൺ, സിങ്ക്, ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ളതും അതുപോലെ മുടികൊഴിച്ചിൽ അമിതമായിട്ടുണ്ടെങ്കിൽ ഇവ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്ന മിനറൽസുകളും ഒപ്പം തന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കഴിക്കാൻ 2 രീതികളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യം എന്ന് പറയുന്നത് നമ്മളിത് കുതിർത്ത് വെച്ച് കഴിക്കുന്ന രീതിയാണ്. തലേ ദിവസം 1 ടീസ്പൂൺ അളവായിട്ടുള്ള ആശാലി എടുക്കുക. അത് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ആ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവായിട്ടും താഴെയായിട്ടുള്ള നാരങ്ങ നീരാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. അതുപോലെ ഒരു നുള്ള് ഇന്ദുപ്പ് അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കഷ്ണം കൽക്കണ്ടം കൂടി ചേർക്കുക. കൽക്കണ്ടം പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള കൽക്കണ്ടത്തിന് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് നിങ്ങൾക്ക് രാവിലെ ഭക്ഷണത്തിനോടൊപ്പം തന്നെ കുടിക്കാൻ കഴിയുന്നതാണ്. വളരെ നല്ലൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്ക് എടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവ് മാത്രമാണ് ഇത് എടുക്കേണ്ടത്. കാരണം ഇത് കുറച്ചും കൂടി ഉഷ്ണവീര്യം ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൽക്കണ്ടം ചേർത്ത് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അടുപ്പിച്ചിട്ട് 10 അല്ലെങ്കിൽ 15 ദിവസം നിങ്ങൾ അടുപ്പിച്ചത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കേണ്ടത് പാലിൽ നമുക്ക് പായസം പോലെ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പാല് കാച്ചിട്ടുള്ള രീതിയിലോ കുടിക്കുന്നതും നല്ലതാണ്. ഇതിനും നമ്മൾ സെയിം രീതിയിൽ തന്നെ തലേ ദിവസം നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത്, അതായത് ആദ്യം ആശാലി ഒന്ന് കഴുകിയിട്ട് അത് കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് അത് കുതിരാൻ ആവശ്യമായിട്ടുള്ളത് കുറച്ച് തിക്കായിട്ട് വരും. നമുക്ക് കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ ഏകദേശം 1 ഗ്ലാസ് പാലിൽ
കുറുക്കിയിട്ട് അതിനകത്തേക്ക് പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ അതിനകത്തേക്ക് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് കുറുക്കിയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പാലായിട്ടുള്ള രീതിയിലോ തന്നെ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ മുതിർന്നവർക്ക് പാല് കുടിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് കുടിക്കേണ്ടതാണ്. കാരണം പാലിലുള്ള കാൽസ്യം കണ്ടന്റും വിറ്റമിൻ ഡിയും ഒക്കെ തന്നെ നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കാൻ ഏറ്റവും ഗുണകരമാണ്. ഈ രണ്ട് രീതികളിലും നിങ്ങൾക്ക് ആശാളിനെ പ്രയോജനപ്പെടുത്താം. അടുത്തത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴമാണ് വരുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം. രാവിലെ എണീക്കുന്ന സമയത്തുള്ള ക്ഷീണം അകറ്റാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൂഡിനെ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ കൈയും കാലിനും ഒന്നും വേദനയൊന്നും ഇല്ലെങ്കിലും മനസ്സിന് ചിലപ്പം വേദനകളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും നമ്മുടെ ഹാപ്പി ഹോർമോണിനെ കൂടുതലായിട്ടും റിലീസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണിത്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 2 ഫിഗ് അത്തിപ്പഴം മാത്രമാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. ഇത് തലേ ദിവസം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴിക്കുന്നതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഒരു അത്തിപ്പഴം ചവച്ചരിച്ച് കഴിക്കും. കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടി കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ശരിയായിട്ടുള്ള രീതി. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കൊടുക്കാം. ഒരിക്കലും ഫിഗ് നമ്മൾ അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പലവിധ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ്. ഇനി അടുത്തത് ഞരമ്പുകൾക്ക് ബലക്കുറവുള്ളവർക്ക് പ്രധാനമായിട്ടും കൈകൾ വിറയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ടാവും. ഏകദേശം 60-65 വയസ്സിനൊക്കെ ശേഷമാണ് കൂടുതലായിട്ടും ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സൺഫ്ലവർ സീഡാണ്, സൂര്യകാന്തിയുടെ വിത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ സിലീനിയം വിറ്റമിൻ ഇയും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വീക്ക്നെസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ക്ഷീണം അകറ്റാനായിട്ട് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാം. ഇത് രാവിലെ തൈരിൽ ചേർത്തിട്ട് 1 ടീസ്പൂൺ അളവായിട്ടുള്ള സൂര്യകാന്തിയുടെ വിത്ത് തൈരിൽ ചേർത്തിട്ട് കഴിക്കാം. ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ ഓട്സിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഗോൾഡൻ മിൽക്ക് കുടിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ വേദനകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ സഹായിക്കുന്നതാണ്. ഇത് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നിങ്ങൾ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാലാണ് ദിവസവും നിങ്ങൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണും താഴെയായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് അത് പ്രത്യേകിച്ച് പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ രാത്രിയിൽ 1 മണിക്കൂർ മുന്നേ ആയിട്ട് കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് ഇത് കുടിക്കുന്നതിലൂടെ കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ബ്രെയിനിനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമായിട്ടുള്ളത് വാൾനട്ട് ആണ്. വാൾനട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. ഒപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡും സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 വാൾനട്ട് തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്നതിലൂടെയും നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ എല്ലുകൾക്കും മസിൽസുകൾക്കും ഒക്കെ തന്നെ ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രോട്ടീനും കൂടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ്, പയറ്, അതുപോലെ ചെറുപയറ്, മുതിര തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 തവണയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രോട്ടീൻ നമുക്ക് ശരീരത്തിൽ ലഭിക്കാനും നല്ലതാണ്. ഇനി ചിക്കനും മീനും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് ചെറിയ അളവുകളിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതിലൂടെയും പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളവും കൂടെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് ഉന്മേഷക്കുറവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകും. ഈ മുന്നേ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത്, നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എടുത്ത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഒരാഴ്ച ഒരു ഭക്ഷണം കഴിക്കുക, അടുത്ത ആഴ്ച അടുത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇനി ഞാൻ രാവിലെ കുടിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽസ്യക്കുറവാണ്, എല്ലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട്
അത് മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ച് രാവിലെ കഴിക്കുക എന്നുള്ളതല്ല. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.